ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണം വരെയുള്ള ശുശ്രൂഷ പ്രവാചകനായിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. യേശുവിന്റെ മരണം വരെയുള്ള ശുശ്രൂഷ പ്രവാചകനായിട്ടായിരുന്നു. കാര്യം സുവിശേഷങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നു. ഒരു വലിയ പ്രവാചകൻ വന്നിരിക്കുന്നു എന്നൊക്കെയും സുവിശേഷങ്ങളിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 9, 25, 26 ശമരിയക്കാരിയായ സ്ത്രീയോടുള്ള സംസാരത്തിൽ സ്ത്രീ യേശുവിനെ പ്രവാചകനായിട്ടും ക്രിസ്തുവായിട്ടും മനസ്സിലാക്കുന്നതായി, അല്ലെങ്കിൽ യേശു മനസ്സിലാക്കി കൊടുക്കുന്നതായി പറയുന്നു. അതൊന്ന് വായിക്കാം. യോഹന്നാൻ 4:19. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണും. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു വരും എന്ന് പറഞ്ഞു. യേശുവുള്ളൂ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിന് സ്നാപയോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം കഴിഞ്ഞപ്പോൾ ആത്മാവ് പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശുവിൽ ആവസിച്ചത് പ്രവാചകന്റെ അഭിഷേകത്തോടെയുള്ള ശുശ്രൂഷ തുടങ്ങുന്നതിനായിട്ടാണ്. അത് പറഞ്ഞിരിക്കുന്നത് മത്തായി 16-ലാണ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. യേശുവിന്റെ ആത്മാവ് ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. അത് ഇതിനു മുമ്പ് ത്രിയേക ദൈവം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ചിത്രത്തോടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ ആത്മാവ് ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്, നമ്മുടെ ആത്മാവിന്റെ പോലെയല്ല. നമുക്കുള്ള ആത്മാവും ദൈവം തന്നു തന്നെയാണ്, പക്ഷെ ദൈവത്തിന്റെ ഒരു ഭാഗമല്ല അത്. നമ്മുടെ ആത്മാവും യേശുക്രിസ്തുവിന്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറിയയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുമ്പോൾ യേശുവിന് ഉണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി പ്രവാചകന്റെ അഭിഷേകത്തോടെ സ്ഥിരീകരിക്കപ്പെട്ടത് സ്നാനത്തിന് ശേഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറിയ ഗർഭിണിയായപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അത് ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ആത്മാവ് ഒരു അളവിലുണ്ടായിരുന്നു, അത് ദൈവം തന്നെയാണത്. എന്നാൽ 10-ാം വയസ്സിലെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് യേശുക്രിസ്തു യോഹന്നാന്റെ കഴുകിയിൽ സ്നാനമേൽക്കുമ്പോൾ ആത്മാവ് പ്രാവുന്ന രൂപത്തിൽ വന്ന് ആവസിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സ്നാനത്തോടുകൂടി ആത്മാവിനെ കൂടുതൽ ശക്തിയിൽ യേശുക്രിസ്തുവിന് ദൈവം കൊടുക്കുക ചെയ്തത്. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു അളവ് കൂടി. അഭിഷേകം എന്ന് പറയുമ്പോൾ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തു, ആ വെള്ളം നമ്മൾ ഒഴിച്ച് നിറച്ച് അത് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ടല്ലോ, അതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥ ആ സമയത്താണ് യേശുക്രിസ്തുവിന് ദൈവം കൊടുക്കുന്നത്. ആ അഭിഷേകം എന്ന് പറയുന്നത് പ്രവാചകന്റെ അഭിഷേകമാണ്. മറിയയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുമ്പോൾ യേശുവിനുണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി പ്രവാചകന്റെ അഭിഷേകത്തോടെ ശക്തീകരിക്കപ്പെട്ടത് സ്നാനത്തിന് ശേഷമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ അഭിഷേകം എന്ന് പറയുന്നത് പ്രവാചകന്റെ അഭിഷേകമാണ്, പുരോഹിതന്റെയോ രാജാവിന്റെയോ അഭിഷേകമല്ല. ഈ സ്നാനത്തിന് ശേഷമാണ് ശക്തിയായിട്ടുള്ള ശുശ്രൂഷകൾ യേശുക്രിസ്തു ചെയ്തതായിട്ട് പറയുന്നത്. അതിനു മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ എങ്കിലും ഇത് അതിനേക്കാൾ കൂടിയ തരത്തിലുള്ള ശുശ്രൂഷ നടന്നത് ഈ അഭിഷേകത്തിന് ശേഷമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ 3 തരത്തിലുള്ള അഭിഷേകങ്ങളാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തിരുന്നത്. അവ പ്രവാചകന്റെ അഭിഷേകം, പുരോഹിതന്റെ അഭിഷേകം, രാജാവിന്റെ അഭിഷേകം എന്നിവയാണ്. ഇതിൽ രാജാവിന്റെ അഭിഷേകം മാത്രം പലതരത്തിലുള്ള ജോലികളിൽ വേണ്ട പ്രാവീണ്യം കൊടുക്കുന്നതും കൂടിയാണ്. ബസലേലിന് രൂപകൽപ്പനയ്ക്കുള്ള സാമർത്ഥ്യം ലഭിച്ചത് ഇത്തരത്തിലുള്ള അഭിഷേകത്തിൽ കൂടിയാണ്. പുറപ്പാട് 31:2-5 അത് പറഞ്ഞിരിക്കും. അതൊന്ന് നോക്കാം. പുറപ്പാട് 31:2-5. ഇതാ, ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്ര എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. രാജാഭിഷേകമാണിത് ഈ പറയുന്നത്. ശമൂവേൽ മുതലായ പ്രവാചകന്മാർ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തതായി പഴയ നിയമത്തിൽ പറയുന്നത്. രാജാഭിഷേകം കൊടുക്കുന്നത് പണ്ട് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതൊക്കെ പ്രവാചകന്മാർ മുഖേനയാണ്. യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ മരണം വരെയുള്ള ശുശ്രൂഷ പ്രവാചകന്റേതായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് മഹാപുരോഹിതൻ ഇസ്രായേൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയം യേശുക്രിസ്തു മഹാപുരോഹിതനായിരുന്നില്ല. അതുപോലെ തന്നെ യേശു യഹൂദന്മാരെ മാത്രം രാജാവായിരുന്നു. ലൂക്കോസ് 23:3 എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 23:3. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരെ രാജാവെന്ന് ചോദിച്ചതിന് ഞാൻ ആവുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ മാത്രം രാജാവായിരുന്നു, ലോകത്തിന് മുഴുവൻ രാജാവല്ലായിരുന്നു എന്നാണ് അതിന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുത്ത് പോയതിനു ശേഷമാണ് യേശുവിനെ സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരങ്ങളും ലഭിച്ചതായി പറയുന്നത്.
മത്തായി 28:18 പറയും. യേശു അടുത്ത് നിന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകലാധികാരം എന്ന് പറയുമ്പം അത് രാജാവിന്റെ അഭിഷേകമുണ്ട്, അതേസമയം പുരോഹിതന്റെ അഭിഷേകമുണ്ട്. സ്വർഗ്ഗത്തിൽ പുരോഹിതനായിട്ട് യേശു ക്രിസ്തുവിനെ അവരോധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സകല ഭൂരാജാക്കന്മാരുടെയും അധിപൻ യേശുവാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു. ഭൂമിയിലെ സകല രാജ്യങ്ങളുടെയും അധികാരം യേശു ക്രിസ്തുവിന് കിട്ടിയെന്നാണ് പറയുന്നത്. വെളിപ്പാട് 1:5 വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും അധിപതി യേശു ക്രിസ്തുവാണ് ഇപ്പോൾ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഭൂമിയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രവാചകന്റെ ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ടാണ് ദൈവവചനം മനസ്സിലാകാത്തതായുള്ള പല മുസ്ലിംകളും പറയുന്നത് യേശുക്രിസ്തു പ്രവാചകനായിരുന്നു, പ്രവാചകനായിട്ട് അവർ അംഗീകരിക്കുന്നു എന്ന് അവർ നോക്കുമ്പോൾ അത് പ്രവാചകനായിട്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പല ആൾക്കാർക്ക് ഇത് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമായിരുന്നു എന്ന് പറയുന്നത് അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വചനം അവർക്ക് മനസ്സിലാവുന്നില്ല. 37 വയസ്സ് വരെയാണ് യേശുക്രിസ്തു ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തത്. ആ കാലഘട്ടത്തിൽ മുഴുവൻ ചെയ്യുന്ന ശുശ്രൂഷ പ്രവാചകന്റെ ശുശ്രൂഷ. ദൈവം അല്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെയാണ് ആത്മാവ്, ദൈവം തന്നെയാണ്. പക്ഷെ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച പണി എന്ന് പറയുന്നത് പ്രവാചകന്റെ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് യേശുവിനെ എപ്പോഴും പ്രവാചകൻ എന്നാണ് ബൈബിളിൽ എഴുതുന്നത്. എന്നാൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം പൂർണ്ണാഭിഷേകം വന്നപ്പോൾ യേശുവിനെ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. വചനം വായിച്ചു കഴിഞ്ഞിട്ട് അത് ധ്യാനിക്കണം. അപ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് നർമ്മം വെളിപ്പെടുത്തി തരുള്ളൂ. മേൽപ്പറ കാര്യങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്ന കാര്യം എന്തെന്നാൽ ഭൂമി ആയിരുന്നു മരിക്കുന്ന സമയം വരെയും യേശു ദൈവമായിരുന്നുവെങ്കിലും പൂർണ്ണശക്തിയോടെ ബ്രാക്കറ്റിൽ 3 അഭിഷേകത്തോടെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. പ്രവാചക ശുശ്രൂഷ മാത്രമേ ചെയ്തുള്ളൂ. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവവൃത്തിനായിരുന്നു മോശ. എന്നാൽ യേശു ക്രിസ്തു അതിശ്രേഷ്ഠനായിരുന്നു എന്ന് വചനം പറയുന്നു. അതെവിടെ എഴുതിയിരിക്കണേ? എബ്രായർ 3. ഭവനത്തെക്കാളും ഭവനം ചമച്ചതിന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഭവനത്തോടാണ് മോശയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഭവനം ആരെങ്കിലും ഉണ്ടാക്കിയതാണല്ലോ, ഉണ്ടാക്കിയതാ യേശു ക്രിസ്തുവാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് അത്ര ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയും മോശയുടെ ശുശ്രൂഷയും തമ്മിലുള്ള മാറ്റം അതാണ്. ഒന്ന് ദാസനായിരിക്കുമ്പോൾ മറ്റത് പുത്രനാണ്. ദൈവപുത്രൻ വെച്ചാൽ ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്.